രണ്ട് പാർട്ടികളുടെയും CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ജില്ലാ നേതൃത്വങ്ങൾ വലിയ തുകയാണ് സംഭാവന എന്നുള്ള പേരിൽ OSS കമ്പനിയിൽ നിന്നും കൈക്കൂലിയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. രണ്ട് കമ്പനിയുടെയും പ്രധാന ജില്ലാ നേതൃത്വത്തിനാണ് ഈ സംഭാവന ലഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ രണ്ട് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ഞാൻ പറയുന്ന ഈ ആരോപണം നിഷേധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. നിങ്ങളുടെ രണ്ടും അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണക്കുകൾ ബോധ്യപ്പെടുത്തുന്ന പാർട്ടിയാണ്. നിങ്ങൾക്ക് ലഭിച്ച സംഭാവനകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറാവണം. ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുള്ള പാർട്ടിയാണെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ CPM-ൻ്റെ മുൻ ഏരിയ സെക്രട്ടറി, പുതുശ്ശേരി ഏരിയ സെക്രട്ടറിക്ക് വാങ്ങിയ കാറിനെ സംബന്ധിച്ച് OSS കമ്പനിയുടെ സംഭാവനയായിട്ടാണ് ആ കാറ് അറിയപ്പെടുന്നത്. അത് ആ പ്രദേശത്തെ എലപ്പുള്ളി പ്രദേശത്തെ ആളുകളോട് ചോദിച്ചാൽ അറിയാം. ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു ആള് ഒരു സുപ്രഭാതത്തിൽ ഒരു ഇനോവ കാറുമായിട്ട് യാത്ര ചെയ്യുന്നതിനെ സംബന്ധിച്ച് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ വലിയ ചർച്ചയാണ്. ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചും രണ്ട് പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം അവരുടെ പ്രതികരണം അറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ യുവ MLA പാലക്കാടിൻ്റെ യുവ MLA എന്തുകൊണ്ട് മദ്യക്കമ്പനിക്കെതിരായിട്ടുള്ള സമരത്തിന് പാലക്കാട് ജില്ലയിൽ സജീവമായിട്ട് നിൽക്കുന്നില്ല? യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ഒരു വഴിപാട് സമരം നടത്തിയതല്ലാതെ ഈ മദ്യക്കമ്പനിക്കെതിരായിട്ടുള്ള ഒരു സമരത്തിന് പോലും ഈ പാലക്കാടിൻ്റെ യുവ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതെല്ലാം വ്യക്തമാക്കുന്നത് രണ്ട് പാർട്ടികളും മദ്യക്കമ്പനിയുടെ ആളുകളായിട്ട് മാറി മദ്യക്കമ്പനിക്കെതിരായിട്ടുള്ള സമരം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ്. ഭാരതീയ ജനതാ പാർട്ടി ഈ മദ്യക്കമ്പനിയെ ഇവിടെ സ്ഥാപിക്കാൻ യാതൊരുവിധ കാരണവശാലും അനുവദിക്കില്ല.